ഗുരുതര ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പാർട്ടി നടപടി സസ്പെൻഷനിൽ ഒതുക്കി. രാഹുലിനെ കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. രാഹുൽ പാലക്കാട് MLA ആയി തന്നെ തുടരുകയും ചെയ്യും. രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുങ്ങുമെന്നത് മുന്നിൽ കണ്ടാണ് ഈ തീരുമാനം. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ അവധിയെടുത്തേക്കും. പാലക്കാട് ഇനി മത്സരിപ്പിക്കില്ലെന്നും രാഹുലിനോട് അവധിയിൽ പോകാനുള്ള നിർദ്ദേശവും അറിയിക്കാനാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള തീരുമാനം. രാഹുലിന്റെ MLA സ്ഥാനം സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് ഹൈക്കമാൻഡിന്റെയും തീരുമാനം. രാഹുലിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കളും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം രാഹുൽ രാജിവെക്കണമെന്ന നിലപാടാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ ഈ ആവശ്യത്തെ തള്ളി രാഹുലിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മാങ്കൂട്ടത്തിൽ MLA പദത്തിൽ തുടർന്നാൽ തിരിച്ചടി ഉറപ്പെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാങ്കൂട്ടത്തിനെതിരെ വനിതാ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. KSU, യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ വനിതാ നേതാക്കളും ഷാനിമോൾ ഉസ്മാൻ, ഉമാ തോമസ് MLA അടക്കമുള്ള മുതിർന്ന വനിതാ നേതാക്കളും രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് തുറന്നു പറഞ്ഞിരുന്നു. UDF പക്ഷത്തോടൊപ്പം നിൽക്കുന്ന KK രമ MLAയും രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗികാധിക്ഷേപ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് കൂടുതൽ വിശദീകരണം നൽകിയേക്കും. ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങൾ ഇന്നലെ പ്രതിരോധിച്ചിരുന്നു. ലൈംഗികാക്ഷേപം ഉന്നയിക്കുന്നതിനും 20 ദിവസം മുൻപ് താനുമായി നടത്തിയ മുന്നറിയിപ്പ് ഫോൺ സംഭാഷണം ആണ് രാഹുൽ പുറത്തുവിട്ടത്. അവന്തികയുടെ ഇടപെടലിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ആരോപണം. ആദ്യം പരാതി ഇല്ലെന്ന് പറഞ്ഞെങ്കിലും കൂടുതൽ ഇരകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പരസ്യമായി പരാതി പറഞ്ഞതെന്നാണ് അവന്തികയുടെ വിശദീകരണം. എന്നാൽ സൈബർ ആക്രമണങ്ങൾ പരാതി ഇല്ലെന്നും രാഹുൽ വിഷയത്തിൽ പറഞ്ഞത് തന്റെ അഭിപ്രായമാണെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. കൂടാതെ 12 മണിക്ക് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് SFI ഇന്ന് പ്രതിഷേധത്തിലേക്കും കടക്കുകയാണ്.